ഗോപിക, നമുക്ക് വേഗം മണലൂരിലേക്ക് പോകാം. അവിടെ NDAയുടെ സ്ഥാനാർത്ഥി KK അനീഷ് കുമാർ ജനം TV-ക്ക് ഒപ്പം തയ്യാറാണ്. അനീഷ് കുമാർ അദ്ദേഹം സുരേഷ് ഗോപിയുടെ വിജയത്തിലൊക്കെ വളരെ സുപ്രധാനമായ പങ്ക് വഹിച്ച വ്യക്തിയാണ്. BJP-യുടെ തൃശ്ശൂർ ജില്ലാ മുൻ അധ്യക്ഷനായിരുന്നു. അങ്ങനെ കേരളത്തിലൊരു പരിചയത്തിൻ്റെ ആവശ്യമില്ലാത്ത വ്യക്തിത്വമാണ്. സാനു ഉണ്ട് അനീഷ് കുമാറിനൊപ്പം. സാനു, പറയൂ, എന്തൊക്കെയാണ് മണലൂരിലെ വിശേഷങ്ങൾ? ഗൗതം, വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് മണലൂര്. ത്രികോണ പോരാട്ടമാണ്. കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഇല്ലാത്ത രീതിയിലുള്ള, കേട്ടുകേഴ്വിയില്ലാത്ത രീതിയിലുള്ള അത്രയ്ക്കും ശക്തമായിട്ടുള്ളൊരു പോരാട്ടം നടക്കുന്നു. സാധാരണക്കാർ, കർഷകർ, അങ്ങനെ എല്ലാ മേഖലകളിലും വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നേരിടുന്ന മണ്ഡലമാണ്. കാലങ്ങളായിട്ട് ഇടതും വലതും ഭരിക്കുന്ന ഒരു മണ്ഡലം. അവിടെ മാറ്റത്തിന് വേണ്ടിയിട്ട് വോട്ട് തേടുകയാണ് KK അനീഷ് കുമാർ. നമ്മളിപ്പം അനീഷ് കുമാറിനൊപ്പമാണുള്ളത്. അദ്ദേഹം രാവിലെ പ്രചാരണമൊക്കെ തുടങ്ങുന്നു. ആളുകളെയൊക്കെ നേരിൽ കാണാനും വീടുകളിലൊക്കെ എത്തി നേരിട്ടുള്ള വോട്ട് ചോദ്യം, അതുപോലെ തന്നെ കുടുംബയോഗങ്ങൾ, ഇങ്ങനെയുള്ള പരിപാടികളിലൊക്കെ സജീവമായിട്ട് മുന്നോട്ട് പോകുകയാണ് NDAയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള KK അനീഷ് കുമാർ. അദ്ദേഹം ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി വന്നു. അനീഷ് കുമാറിനടക്കം NDA സ്ഥാനാർത്ഥികൾക്ക് വോട്ട് തേടാനാണ് വന്നത്. ഒപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ ഒപ്പം ഈ ഒരു റോഡ് ഷോയുടെ ഭാഗമാകാനും കഴിഞ്ഞു. എത്രത്തോളം സന്തോഷമുണ്ട് ആ ഒരു നിമിഷം ഓർക്കുമ്പോൾ? തീർച്ചയായിട്ടും വളരെ സന്തോഷകരമായിട്ടുള്ള നിമിഷമാണ്. പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വളരെയധികം ഗുണം ചെയ്യും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതുപോലെ തൃശ്ശൂരിൻ്റെ വിജയത്തിന് വേണ്ടി 3 തവണയാണ് പ്രധാനമന്ത്രി തൃശ്ശൂരിൽ വന്നത്. അതിൻ്റെ ഒരു പ്രതിഫലനം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടു. അദ്ദേഹത്തിൻ്റെ 3 തവണത്തെ വിസിറ്റ്, അതിൻ്റെ കൂടി റിസൾട്ടാണ് കഴിഞ്ഞ തവണ ലോക്സഭയിൽ BJP ജയിക്കാനുണ്ടായിട്ടുള്ള കാരണം. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഇത്തവണത്തെ സന്ദർശനവും ഈ മണലൂർ മണ്ഡലത്തിൽ വിജയിക്കാനുള്ള വളരെയധികം ഗുണകരവും. ഈ അനീഷേട്ടൻ്റെ സ്ഥാനാർത്ഥിത്വമൊക്കെ വരുന്നതിനേക്കാൾ മുൻപ് ഇവിടെ TN പ്രതാപൻ, നമുക്കൊപ്പം തന്നെ UDF-ന്റെ ഭാഗമായിട്ട് മത്സരിക്കുന്ന TN പ്രതാപനൊക്കെ പറഞ്ഞത് ഇവിടെ BJP-ക്ക് ഒരു സാധ്യതയും ഇല്ല എന്നുള്ളതാണ്. ഇപ്പം അനീഷേട്ടൻ ഇവിടെ സ്ഥാനാർത്ഥിയാവുന്നു. അതിനുശേഷം വലിയൊരു പോരാട്ടം നടക്കുന്നു. ആ ഒരു നിമിഷം ഇപ്പോൾ അവരുടെ ക്യാമ്പിൽ നിന്നൊക്കെ വരുന്നത് അങ്ങനെ ഒരു കാര്യങ്ങളല്ല, മത്സരം ടൈറ്റാണെന്നാണ്. അല്ല, അത് BJP-ക്ക് സാധ്യത ഇല്ല എന്ന് പറയുന്നത് ഭയപ്പാട് കൊണ്ടാണ്. BJP-ക്ക് സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരു സാധ്യത ഉണ്ടാവില്ലല്ലോ. ഇവിടെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള പാർട്ടി BJP ആണെന്ന് ഇവിടുത്തെ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്തും BJP-യുടെ വോട്ടുകൾ 10,000, 20,000 വോട്ട് വെച്ച് വർദ്ധിക്കുന്ന മണ്ഡലമാണ് മണലൂർ മണ്ഡലം. 2011 ഞങ്ങൾക്ക് കിട്ടിയത് 11,000 വോട്ടാണ്. അതൊരു 10 വർഷം കഴിഞ്ഞ് 2021 എത്തുന്ന സമയത്ത് 39,000 വോട്ടായിട്ട് ഞങ്ങൾക്ക് ഇവിടെ വർദ്ധിച്ചു. ആ 39,000 വോട്ടാണ് കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 62,000 വോട്ടായിട്ട് ഇവിടെ വർദ്ധിച്ചത്. 9,000 വോട്ടിൻ്റെ ലീഡാണ് BJP-ക്ക് ഈ മണ്ഡലത്തിലുള്ളത്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞങ്ങൾ നല്ല രീതിയിലുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനം ഞങ്ങളിവിടെ നടത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ വോട്ട് ചേർക്കൽ നടത്തിയിട്ടുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഏറ്റവും കുറവ് ഒരു 10,000 വോട്ടിന് BJP-ക്ക് ജയിക്കാവുന്ന മണ്ഡലമാണ് മണലൂർ. ഇത് വോട്ടിൻ്റെ കണക്ക് വെച്ചുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP കിട്ടിയ വോട്ടിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇതാണ് വസ്തുതകൾ. അപ്പോൾ അത് ബോധപൂർവ്വം BJP-ക്ക് സാധ്യതയില്ല എന്നുള്ളൊരു കള്ളപ്രചരണം കോൺഗ്രസ് ബോധപൂർവ്വം നടത്തുന്നതാണ്. അതിലൊന്നും യാതൊരു വസ്തുതയില്ല. ഇത്തവണ BJP-ക്ക് ജയിക്കാൻ സാധിക്കുന്ന മണ്ഡലമാണ് മണലൂർ. അതേപോലെ തന്നെ ഈ മണലൂർ നമ്മളിപ്പം കേവലം പൊതുകാര്യങ്ങൾ പറയുന്നതിനപ്പുറം ഒരു വികസന പോരായ്മ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു മണ്ഡലം കൂടിയാണ്. കാർഷിക മേഖലയിലായിക്കോട്ടെ, അതേപോലെ തന്നെ തീരമേഖല, അങ്ങനെ എല്ലാ ഉൾനാടൻ മേഖലകളിലൊക്കെ വലിയ രീതിയിലുള്ള വികസന പോരായ്മകളൊക്കെ നേരിടുന്നുണ്ട്. നമ്മൾ എന്തൊക്കെ ഉയർത്തിക്കൊണ്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിന് നമ്മൾ നേരിടുന്നത് ജനങ്ങളുടെ മുന്നിലേക്ക്? ഇവിടെ വികസനം ഉയർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിന് നേരിടുന്നത് ദേശീയ ജനാധിപത്യ സഖ്യം മാത്രമാണ്. മറ്റ് 2 കൂട്ടരും ഈ മണ്ഡലത്തിൽ വികസനത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല. കാരണം കഴിഞ്ഞ 70 വർഷക്കാലം ഈ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തത് LDF-ഉം UDF-ഉം ആണ്. അപ്പോൾ ഈ മണ്ഡലത്തിൻ്റെ ഇന്നത്തെ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണക്കാരവരാണ്. അവർക്ക് അതുകൊണ്ട് തന്നെ വികസനത്തെക്കുറിച്ച് അവർക്ക് സംസാരിക്കാൻ സാധിക്കില്ല. ഈ മണ്ഡലത്തിൽ വ്യാപകമായിട്ട് റോഡുകൾ തകർന്നെടുക്കുകയാണ്. റോഡിൻ്റെ വികസനത്തെക്കുറിച്ച് ഇവർ 2 കൂട്ടരും മിണ്ടുന്നുണ്ടോ? 2 കൂട്ടരും ഇതുപോലെ ഉത്തരവാദികളാണ്. ഇപ്പോൾ MLA മാത്രമല്ല, TN പ്രതാപൻ MP ആയിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു? അപ്പോൾ റോഡുകളുടെ വലിയ പ്രശ്നമുണ്ട് ഈ മണ്ഡലത്തിൽ. അതുപോലെ തന്നെ രൂക്ഷമായിട്ടുള്ള കുടിവെള്ള പ്രശ്നമുണ്ട് ഈ മേഖലയിൽ. ആ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ഇത്ര കാലമായിട്ടും ഈ 2 കൂട്ടർക്കും സാധിച്ചിട്ടില്ല. ഇതുപോലെ തീരദേശമുണ്ട്. തീരദേശത്ത് ജനങ്ങൾ വളരെയധികം കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ട്. അവിടെ കോസ്റ്റൽ ബെൽറ്റിൽ കടൽ ഭിത്തി ഇല്ലാത്തത് കൊണ്ട് ഓരോ വർഷവും 20-30 വീട്ടുകാർക്ക് ഒഴിഞ്ഞു പോകേണ്ട ഒരു സ്ഥിതിവിശേഷം അവിടെ ഉണ്ട്. അതുപോലെ തന്നെ കനോലി കനാലിൻ്റെ തീരത്ത് താമസിക്കുന്ന ആളുകൾക്ക് അവിടെ വെള്ളം കയറിയിട്ട്, ഉപ്പുവെള്ളം കയറിയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അവരെയൊന്നും സംരക്ഷിക്കാനുള്ള ഒരു നടപടികളും 2 കൂട്ടരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ കൃഷിക്കാർ ധാരാളമുള്ള മേഖലയാണ് മണലൂർ. കുട്ടനാടും പാലക്കാടും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നെൽകർഷകരുള്ള നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശമാണ് മണലൂർ.
ഈ കർഷകരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഒരു കാര്യങ്ങളും ഈ കൂട്ടർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. അവർക്കിപ്പോൾ നെല്ലിന് 30 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ 24 രൂപ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നതാണ്. ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിലും കിസാൻ സമ്മാൻ നിധി ആണെങ്കിലും വിള ഇൻഷുറൻസ് ആണെങ്കിലും എല്ലാം തന്നെ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ആനുകൂല്യങ്ങളുടെ ബലത്തിൽ മാത്രമാണ് അവർ പിടിച്ചു നിൽക്കുന്നത്. അവരുടെ നെൽപ്പാടങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറുന്നതാണ് ഈ പ്രദേശത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അവിടെ ഏനാമാവ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് എത്രയോ കാലമായിട്ട് കേടുവന്ന് കിടക്കുകയാണ്. അത് നന്നാക്കണമെന്ന് ഈ നാട്ടിലെ കർഷകരുടെ വർഷങ്ങളായിട്ടുള്ള ആവശ്യമാണ്. അത് ചെയ്യാൻ പോലും ഇവർക്ക് സാധിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഇപ്പം തെരഞ്ഞെടുപ്പിന് ഇനി കേവലം 8 ദിവസം മാത്രമേ ഉള്ളൂ ശേഷിക്കുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ പ്രചാരണത്തിന് അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ എത്രത്തോളം സാധ്യതയാണ് ഈ മണ്ഡലത്തിൽ NDAക്ക് ഇപ്പോൾ ഉണ്ടാവുന്നത്? അല്ല, NDA ഈ മണ്ഡലത്തിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് 30,000-ഓളം മെമ്പർഷിപ്പുള്ള മണ്ഡലമാണ് ഈ മണലൂർ മണ്ഡലം എന്ന് പറയുന്നത്. അതിൽ തന്നെ 20,000-ലധികം ആക്റ്റീവ് പ്രവർത്തകരുണ്ട് മണ്ഡലത്തിൽ. ആ 20,000 പ്രവർത്തകരും വളരെ സജീവമായിട്ട് ഒരു മനസ്സോടുകൂടി ഒറ്റക്കെട്ടായിട്ട് ഫീൽഡിൽ വളരെ സജീവമാണ്. ഗൃഹസമ്പർക്കമാണെങ്കിലും കുടുംബ യോഗങ്ങളാണെങ്കിലും അതുപോലെ തന്നെ BJP ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന റോഡ് ഷോ ആണെങ്കിലൊക്കെ വലിയ ജനപങ്കാളിത്തത്തോടു കൂടിയിട്ടാണ് ഇവിടെ പരിപാടികൾ നടക്കുന്നത്. അത് ഈ മണ്ഡലത്തിലെ പ്രചരണ പ്രവർത്തനം നിരീക്ഷിക്കുന്ന ആർക്കും അത് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു പ്രവർത്തനം വിജയത്തിലെത്തുമെന്നുള്ള ശുഭപ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും വലിയ വിജയപ്രതീക്ഷയിലാണ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ ഉള്ളത്. ഇത് അതിനൊപ്പം തന്നെ നമ്മൾ ചേർത്ത് പറയേണ്ടതുണ്ട് 2024 ആ ഒരു ഐതിഹാസികമായിട്ടുള്ള സുരേഷ് ഗോപിയുടെ വിജയത്തിനൊക്കെ ഏറ്റവും പിന്നിൽ നിന്ന് പ്രവർത്തിച്ച അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ചു കൊടുത്ത അതേപോലെ തന്നെ വലിയ ശക്തമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയ ഒരു നേതാവ് കൂടിയാണ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ. അന്ന് BJPയുടെ തൃശ്ശൂർ ജില്ലാ അധ്യക്ഷനായിരുന്നു, ഇപ്പോൾ സംസ്ഥാന ഉപാധ്യക്ഷനാണ്. എന്തായാലും വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നു. പൂർണ്ണമായിട്ടും വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതേപോലെ തന്നെ അടിസ്ഥാന വിഷയങ്ങളിലടക്കം അതൊക്കെ തുറന്നു കാട്ടിക്കൊണ്ട് പൊള്ളയായിട്ടുള്ള വികസന വാഗ്ദാനങ്ങളടക്കം ഇടത് വലത് മുന്നണികളിൽ നിന്ന് വരുമ്പോൾ അതൊക്കെ ജനങ്ങളുടെ മുന്നിൽ ജനസമക്ഷം വെച്ചുകൊണ്ടാണ് അനീഷ് കുമാറിന്റെ വോട്ട് തേടൽ മുന്നോട്ട് പോകുന്നത്. ഗൗതം. സാനു, എന്തായാലും മണലൂരിൽ തീവാർന്ന പോരാട്ടമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 1-ാം സ്ഥാനത്ത് വന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് മണലൂർ. അന്ന് തെരഞ്ഞെടുപ്പ് വിജയത്തിന് ചുക്കാൻ പിടിച്ച വ്യക്തികളിൽ ഒരാളാണ് ഇപ്പോൾ സംസ്ഥാന ഉപാധ്യക്ഷൻ കൂടിയായിട്ടുള്ള BJP നേതാവ് KK അനീഷ് കുമാർ. അദ്ദേഹമാണ് അവിടെ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്.